അങ്കൾ എൻ്റെ ഒരു പടം വരച്ചു തരും ചോദിക്കും. ടോംസ് നോക്കുമ്പോൾ മോളി വരയ്ക്കാൻ എളുപ്പമുണ്ട്, ചുരുണ്ട മുടി, ഉണ്ടക്കാണ്. ഫാദറൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ആരാണ് വരച്ചത്? ഞാൻ വരച്ചാണ് ഫാദർ. നിനക്ക് പടം വരയ്ക്കാനെങ്കിലും അറിയാമോ? അതാണ് ആദ്യം പ്രസിദ്ധീകരിച്ചു വന്ന ബോബനും മോളിയും, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം. അങ്ങനെ ബോബനും മോളിയും കാർട്ടൂണും പോയി, കൃഷിയും ഒരു കഥ അങ്ങോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. നമ്മൾ കേസ് കൊടുത്തി, പിന്നീട് അത് ടോംസുമായിട്ടെന്തോ കേസാകും. 69 വർഷമായിട്ട് ഇപ്പോഴും നമ്മുടെ ബോബനും മോളി പ്രസിദ്ധീകരിച്ചിരുന്നുണ്ട്. ഹായ്, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ബോബനും മോളിയുടെയും കഥ പറയാൻ വന്നതാണ്. രസകരമായ കഥ. അതായത് ഈ ബോബൻ മോളിയുടെ സൃഷ്ടാവിൻ്റെ പേര്, ശരിക്കും അതിൻ്റെ പേര് VT തോമസ് എന്നാണ്. പക്ഷേ അറിയപ്പെടുന്ന തൂലികാനാമ എഴുത്ത് ടോംസ് പബ്ലിക്കേഷൻസ് ആണ് നമ്മൾ വായിക്കാറുള്ളത് പഴയ ഈ ബുക്കിന്. അദ്ദേഹത്തിൻ്റെ പേരാണ് പബ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് കുട്ടനാടുള്ള വെളിയനാട് എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള 2 വികൃതി കുട്ടികളായിരുന്നു ഈ ബോബനും മോളിയും. ഇവർ ഈ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ നമ്മുടെ ടോംസിൻ്റെ വീടിൻ്റെ വേലി പൊളിച്ചിട്ട് അതിനകത്തൂടെ കയറി ഇദ്ദേഹത്തിൻ്റെ അടുക്കള വഴിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം നേരെ പോകുന്ന വഴിക്ക് അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അത് ഇവരെ ഇട്ട് ഓടിക്കാറുണ്ട്. പിന്നെ കുറച്ച് വളഞ്ഞു പോകണം. ഇത് ഒരു ദിവസം പട്ടി ഇവരെ ഓടിച്ച് വെള്ളത്തിൽ ചാടിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുട്ടികൾക്ക് പേടിയാണ്ട് കുട്ടികൾ ഒരു എളുപ്പ വഴിക്ക് ഷോർട്ട് കട്ട് ചായി ഇതുവഴി പോകും. പക്ഷെ ടോംസിന് ഇഷ്ടമല്ലായിരുന്നു. ടോംസ് പലതവണ ഇവരെ അത് പിടിക്കുന്നു, ശാസിക്കുന്നു, വഴക്കുറന്നു. കാരണം ഈ പൊളിച്ച് വേടിക്കാത്തൊരു കന്നുകാലിയും മറ്റേ ആടും പട്ടിയും പൂച്ചയൊക്കെ കയറി ടോംസിൻ്റെ കൃഷി നശിപ്പിക്കും. അപ്പോൾ ടോംസ് പിള്ളേരെ പിടിച്ച് വഴക്ക് പറയുന്നു. അതിന് അവസാനം ടോംസ് ആ വേലിയുടെ ഭാഗം മുള്ളുകമ്പി വെച്ച് അടച്ചു വെക്കുന്നു. അപ്പം എല്ലാം കഴിഞ്ഞെന്ന് കരുതി. അപ്പം എന്തോ അടുത്ത ദിവസം അവർ വളഞ്ഞു നിൽക്കുന്ന തെങ്ങുണ്ട്, ആ തെങ്ങ് വഴി കയറി പിള്ളേരെ വീണ്ടും ചാടി ഇതേ രീതിയിൽ ഇതിങ്ങനെ തുടർന്നു. ടോംസ് അവരെ പിടിക്കുന്നു, ഉപദേശിക്കുന്നു. പിന്നെന്താ പറയുക, ഇവരെയായിട്ട് അവസാനം ഇങ്ങനെ ഉപദേശമൊക്കെ കഴിഞ്ഞ് ഒരു കണക്ഷൻ ഉണ്ടാകുന്നു, ഒരു ബന്ധം ഉണ്ടാകുന്നു. ടോംസ് അത്യാവശ്യം നന്നായിട്ട് പടം വരയ്ക്കും. ചുണ്ടൻ വള്ളം, ആന, കുതിര, ഇതൊക്കെയാണ് വരയ്ക്കാൻ ഇഷ്ടമുള്ള പടം. അദ്ദേഹം വരച്ച് പടം വീട്ടിലൊക്കെ എവിടെയൊക്കെ റൂമിലൊക്കെ ഇടും. കുട്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഈ മോളി വന്നിട്ട് ചോദിച്ചു, അങ്കൾ എൻ്റെ ഒരു പടം വരച്ചു തരുമെന്ന് ചോദിക്കും. ടോംസ് നോക്കുമ്പോൾ മോളി വരയ്ക്കാൻ എളുപ്പമുണ്ട്, ചുരുണ്ട മുടി, ഉണ്ടക്കണ്ണ്. ഓക്കെ വരച്ചേക്കാം എന്ന് കരുതി പടം വരച്ചു. മോളി ആ പടമൊക്കെ ആയിട്ട് സ്കൂളിൽ കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ആൾക്കാരെ കാണിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മോളിയുടെ സ്റ്റാറായി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആർക്കാണ്? ബോബനും ചെന്ന് പറയുന്നത്, അങ്കൾ എൻ്റെയും പടം വരയ്ക്കൂ. ആയിക്കോട്ടെ മോനെ, അവനും പടം വരച്ചു കൊടുക്കുന്നു. അവനും ഹാപ്പി. അങ്ങനെ ബോബനും മോളി അവരുടെ വഴിക്ക് പോയി. പക്ഷേ അതുവരെ ഈ പറഞ്ഞ നമ്മുടെ ഈ ആന, കുതിര, ചുണ്ടൻവള്ളം വരച്ചുകൊണ്ടിരുന്ന ടോംസിൻ്റെ വരയുടെ രീതി മാറി. അദ്ദേഹം ഈ ബോബനും മോളിയും വരച്ചു തുടങ്ങി. കൂടുതലും ഈ ബോബനും മോളിക്ക് ആക്ടിവിറ്റീസ് കൊടുത്തു തുടങ്ങി. അതായത് ബോബനും മോളിയും വള്ളത്തിൽ കയറി പോകുമ്പോൾ അവർ വെള്ളത്തിൽ ചാടുന്നു, അവർ തെങ്ങ് കയറുന്നു, വേലി ചാടുന്നു ഒക്കെ അദ്ദേഹം വരച്ച് അദ്ദേഹം പലയിടത്തായിട്ട് ഇങ്ങനെ അസക്തമായിട്ട് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തിയിടും. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പള്ളി വികാരി ടോംസിൻ്റെ ഫാദറിനെ കാണാൻ വീട്ടിൽ വരിക. ഫാദറിൻ്റെ പേര് എന്തോ ഒരു ജോസഫ് കിഴക്കേ മുറി എന്നൊക്കെയാണെന്ന് തോന്നുക. എന്തൊരു പള്ളി വെച്ചാൽ ഫാദർ അവിടെ ഒരു പള്ളി വികാരി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ ഫാദറിനെ കണ്ടിട്ട് ടോംസിൻ്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ നിരന്ന് കിടക്കുന്നു. ഫാദർ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ആരാണ് വരച്ചത്? ഞാൻ വരച്ചാണ് ഫാദർ. നിനക്ക് പടം വരയ്ക്കാനെങ്കിലും അറിയാമോ? ആക്ച്വലി ഇയാൾക്ക് ടോംസ് ഒരു ഉഴപ്പനാണെന്നാണ് ഫാദർ കരുതിയിരുന്നത്. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യും, നീ ഇതൊരു ജോലിയാക്കി കൂടെ, ഇതൊരു കാർട്ടൂണിസ്റ്റ് സ്വഭാവമുള്ള വരകളാണ്, നിനക്ക് പറ്റുവാണെങ്കിൽ ഇതൊരു തൊഴിലാക്കാമല്ലോ എന്ന് ഫാദർ നമ്മുടെ ടോംസിനോട് പറഞ്ഞു. ടോംസ് അപ്പോഴും ആലോചിക്കും, ശരിയാണല്ലോ, അങ്ങനെ ഒരു സാധ്യത കളയണ്ട, എന്തായാലും വര ഇഷ്ടമാണ്, വരയ്ക്കാറുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഈ ഫാദറിൻ്റെ സഹായത്തോടെ ടോംസ് അന്നുണ്ടായിരുന്ന ഒരു സത്യദീപം എന്നൊരു സഭാ മാഗസിൻ, ആ സഭാ മാഗസിനകത്ത് അദ്ദേഹം ആദ്യമായിട്ടൊരു ബോക്സ് കാർട്ടൂൺ ബോബനും മോളിയും വരച്ചു കൊടുക്കുന്നു. അത് ചെറുതൊരു ബോക്സിനകത്ത് അതാണ് ആദ്യം പ്രസിദ്ധീകരിച്ചു വന്ന ബോബനും മോളിയും, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം. പക്ഷേ ഈ സഭാ മാഗസിനൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചിലവൊക്കെ ഒരു പ്രശ്നമാണല്ലോ. ഈ ബോക്സ് കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്നതിനൊക്കെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കാരണം കുറച്ച് എക്സ്ട്രാ എക്സ്പെൻസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളിന് ശേഷം അത് നിർത്തലാക്കി. അപ്പോഴേക്കും ടോംസ് ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് കാർട്ടൂണിസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം ആ മേഖല തന്നെ പിന്തുടരാമെന്ന് കരുതി കാർട്ടൂണുകൾ വരച്ച് മനോരമയ്ക്കൊക്കെ അയച്ചു കൊടുക്കുന്നു. എന്നാൽ ആ സമയത്ത് മനോരമ മാഗസിനൊക്കെ ഇറങ്ങിയിട്ട് ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ മനോരമയ്ക്ക് അയക്കുന്നു. അപ്പോൾ അയക്കുന്ന കൂട്ടത്തിനകത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാതെ നിങ്ങളുടെ കൃതികൾ തിരിച്ചു വേണമെങ്കിൽ സ്റ്റാമ്പ് പൊട്ടിച്ച കവർ കൂടെ വിൽക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്റ്റാമ്പ് പൊട്ടിച്ച കവർ വെച്ച് അയക്കും. കാരണം ഇനി അതില്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ പ്രസിദ്ധീകരിക്കണമെന്ന് കരുതി അദ്ദേഹം അത് വെച്ച് അയക്കുന്നു. പക്ഷേ ഇത് അവിടെ ചെന്നിട്ട് നമ്മൾ അയച്ചതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പലതവണ ഇത് ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മടുപ്പ്, ഇതെൻ്റെ പണിയല്ല, ഞാനിത് ചെയ്യേണ്ട പരിപാടിയല്ല, വെറുതെ ജീവിതം കളയേണ്ട, കുട്ടനാടൊക്കെ അല്ലേ, കൃഷി ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷിക്കിറങ്ങും. അപ്പോൾ അദ്ദേഹത്തിന് ഫാദറിന് എന്താ വയ്യാടിയൊക്കെ ആകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കൃഷിക്കിറങ്ങിയാണ്. മനോഹരമായ കൃഷി ചെയ്തു. വിളവൊക്കെ എടുക്കാറായപ്പോഴത്തേനും നല്ല മഴ,
ഈ ബണ്ട് പൊട്ടുന്നു, ബണ്ടോ മടയൊക്കെ പൊട്ടിയിട്ട് കുട്ടനാടല്ലേ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കൃഷി മൊത്തം നശിക്കുന്നു. അങ്ങനെ ബോബനും മോളിയും കാർട്ടൂണും പോയി, കൃഷിയും പോയി. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ, നമ്മുടെ നാടിൻ്റെയൊക്കെ പരിപാടിയാണല്ലോ, ആൾക്കാരിങ്ങനെ കൈവിട്ടിരിക്കുമ്പം ചുമ്മാ വന്ന് ചൊറിയുക, മനസ്സിലായില്ലേ, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവുമല്ലോ, സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ടോംസ് ഒരു ആലപ്പുഴയിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചുമ്മാ ചൊറിയാൻ വേണ്ടി ചോദിക്കുക, എന്താ എടാ നിന്റെ വരയും ചെരയും ഒക്കെ. ടോംസിന് വിഷമം വരുന്നു. ടോംസ് അപ്പം എന്തൊക്കെയോ പറയുന്നു. പിന്നെ ടോംസ് ഈ പത്രക്കാരെ കുറിച്ച് കുറെ പുലഭ്യം പറയാം. അവരാണല്ലോ പ്രസിദ്ധീകരിക്കാതെ, കാരണം ഇദ്ദേഹം ചെയ്യാത്തതുകൊണ്ടല്ലോ, ഇദ്ദേഹം എത്രയോ തവണ അയച്ചു കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു പ്ലാവിൻ്റെ താഴെ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് ടോംസിൻ്റെ അടുത്തേക്ക് വരുന്നു. ചോദിച്ചു, നിങ്ങൾ എന്താണ് പത്രക്കാരൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ടല്ലോ, എന്താണ് സംഭവം? അപ്പോൾ അദ്ദേഹം ടോംസ് പറഞ്ഞു, ഒന്നുമില്ല, ഞാനൊരു മനോഹരമായ കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാണ്, നാളുകളായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും പ്രസിദ്ധീകരിച്ച് വരുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത കാരണം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. അപ്പോൾ ഈ വന്ന അദ്ദേഹം പറയാണ്, ഞാൻ അഡ്രസ്സ് തരാം, നിങ്ങൾ അതിലേക്കൊന്ന് അയച്ചു നോക്ക്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സിഗരറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഗരറ്റിൻ്റെ കവർ കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് ഫ്ലാപ്പ് എടുക്കുന്നു, ഒരു പേന എടുത്തിട്ട് വർഗീസ് കളത്തിൽ, എഡിറ്റർ, മനോരമ ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ടോംസ് നോക്കുമ്പോൾ എഡിറ്റർ അഡ്രസ്സാണ്. അപ്പോൾ അത് തരാം, ഇദ്ദേഹം ആരാണ്? എഡിറ്റർ അഡ്രസ്സ് അയച്ചാൽ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചേക്കാം. അപ്പോൾ ഇത് തന്നെ ഇദ്ദേഹം, നിങ്ങളാരാണ്? അപ്പോൾ അദ്ദേഹം പറയാണ്, പീപ്പിൾ കോൾ മീ വർഗീസ് കളത്തിൽ. അതായത് സാക്ഷാൽ മനോരമയുടെ എഡിറ്ററാണ് ടോംസിൻ്റെ മുന്നിൽ നിന്നത്. അപ്പോൾ ടോംസിന് സന്തോഷമാണ്. ടോംസ് നേരെ വീട്ടിൽ പോകുന്നു. പഴയ കാർട്ടൂണൊക്കെ മാറ്റി വെച്ച് ഫ്രഷ് ആയിട്ട് പുതിയൊരു ബോബനും മോളിയും കാർട്ടൂൺ വരയ്ക്കുന്നു. അദ്ദേഹം അത് ഈ പറഞ്ഞ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നു. ആദ്യത്തെ ആഴ്ച കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു, മൂന്നാമത്തെ ആഴ്ചയൊക്കെ എന്തായപ്പോൾ തന്നെ ഇത് പ്രസിദ്ധീകരിച്ച് വരുന്നു. അങ്ങനെ ടോംസിന് സന്തോഷം. ആദ്യമായിട്ട് മനോരമയുടെ അവസാന പേജിൽ ബോബനും മോളി പ്രസിദ്ധീകരിച്ച് വരികയാണ്. അങ്ങനെ ഇരിക്കെ ടോംസിന് ഈ പറഞ്ഞ എഡിറ്ററുടെ ഒരു കോള് കിട്ടുന്നു. കോളല്ല, അന്നത്തെ കാലത്ത് മൊബൈലും ഫോണും ഒക്കെ ഇല്ലല്ലോ, എഴുത്ത് കിട്ടുന്നു. ശരിയാണ്, കത്ത് കിട്ടിയിട്ട് എന്താണ്, കോട്ടയത്തേക്ക് ഓഫീസിലേക്ക് വരും, നമുക്ക് സംസാരിക്കാം, നിങ്ങളൊന്ന് വരൂ എന്ന് പറയുന്നു. അപ്പോൾ ടോംസ് എന്തായാലും സമയമുണ്ടല്ലോ, ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ടോംസ് കോട്ടയത്തിലും. അദ്ദേഹം പറയുകയാണ്, നമുക്കൊന്ന് തുടർന്നാലോ. ടോംസ് ആയിക്കോട്ടെ, നല്ല കാര്യം, പക്ഷേ എല്ലാ ആഴ്ചയും വേണം. അപ്പോൾ ടോംസ് സമ്മതിക്കുന്നു. പക്ഷെ സമ്മതിക്കുമ്പോൾ ടോംസിൻ്റെ മനസ്സിൽ ടെൻഷനാണ്, കാരണം ഇത് എല്ലാ ആഴ്ചയും ഒരു ഐഡിയ ഇതിനകത്ത് വരണ്ടേ. ചുമ്മാ പടം മാത്രമല്ല, ഒരു കോണ്ടന്റ് ഐഡിയ പറഞ്ഞല്ലോ. നമ്മൾ തന്നെ അറിയാം, യൂട്യൂബ് വീഡിയോ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം എന്തിടും എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമുക്ക് ഉള്ള കാര്യം ഞാൻ നേരത്തെ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും ഒരു ഐഡിയ എല്ലാ ആഴ്ചയും ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടെൻഷൻ അദ്ദേഹത്തെ മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹം ആ വെല്ലുവിളി സ്വീകരിച്ച് പേടിയില്ലാതെ ഞാൻ ചെയ്യാം എന്ന് കൈ കൊടുത്തിട്ട് ഇറങ്ങുന്നു. മനോരമ അദ്ദേഹത്തെ കാർട്ടൂണിസ്റ്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം റിട്ടയർമെന്റ് വരെ അവിടെ ഈ ജോലി തുറന്നു, ഇഷ്ടമുള്ള പണി ചെയ്ത് തുടങ്ങി. പക്ഷേ അതറിയാം, നമുക്ക് ഈ ആഴ്ച ഇന്ത്യ കൊടുക്കേണ്ട സാധനമാണല്ലോ, അതിനകത്ത് കൃത്യമായ സമയത്ത് കൊടുക്കേണ്ട സമ്മർദ്ദമൊക്കെ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരൻസും ഇരിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നുണ്ട്, കുട്ടികളുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു തവണ പോലും മനോരമയിൽ അദ്ദേഹം ഇതിന് മുടക്കം വരുത്തിയിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റി, അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് ചെയ്ത വർക്കായതുകൊണ്ടാണല്ലോ. അങ്ങനെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം പിന്നീട് വീണ്ടും കലാകൗമുദി എന്നൊരു മാഗസിൻ ഉണ്ടല്ലോ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുകയും അതിലെന്തോ 1-2 കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച് വന്നെന്ന് തോന്നുന്നു. വന്നത് മനോരമ അറിയുകയും പിന്നെ അത് ഇവരുടെ ഒരു വർഷങ്ങളായിട്ട് മനോരമയുടെ ഭാഗമായിട്ട് വന്ന ഒരു കഥ അങ്ങോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. മനോരമ കേസ് കൊടുക്കുകയും പിന്നീട് അത് ടോംസുമായിട്ട് എന്തോ കേസാണ്. അവസാനം ബോബനും മോളി എന്ന ക്യാരക്ടറേഴ്സിനും ബാക്കിയുള്ള ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിനും ഒക്കെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാവുന്നൊരു വിധിമാനാണോ അതോ മനോരമ സമ്മതിച്ചു, അങ്ങനെ എന്തോ ഒരു കാര്യത്തിലേക്കാണ് എത്തിയത്. എന്തായാലും ടോംസിന് സ്വന്തമായിട്ട് പിന്നീട് ബോബനും മോളിയും ഉള്ള കഥ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാം. ബോബനും മോളി മാത്രമല്ല ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാമല്ലോ, ചുറ്റുപാടും അപ്പിഹിപ്പി, ഉണ്ണിക്കുട്ടൻ, നമ്മുടെ വലിയ കൊച്ചേട്ടത്തയ്യമ്മ, കേസില്ല വക്കീല്, അങ്ങനെ കുറേ ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. ഒരു യൂണിവേഴ്സ് ആണല്ലോ അതിനകത്ത്. ഒരു ബോക്സിനകത്ത് വേറൊരു ലോകമാണ് വരച്ചിടുന്നത്. അതിനകത്ത് നല്ല രസമുള്ള വരയല്ലേ നമ്മളിപ്പോൾ കാണുന്ന മറ്റേ കാർട്ടൂണിനകത്ത് കാണുന്ന ഒരു ഭയങ്കര എന്താ പറയുക, ഒരു മെഴുക് ലുക്കല്ലോ ആ സാധാരണ കാർട്ടൂൺ വരയ്ക്ക്. നല്ല ഡയലോഗുകളൊക്കെ ഉള്ളു. ഇവിടെ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ഇത് മനോരമ ഇദ്ദേഹത്തെ വരയ്ക്കാൻ അനുവാദം കൊടുത്തു. പിന്നെ ടോംസ് പബ്ലിക്കേഷൻസ് എന്ന പേരിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും വർഷങ്ങളായിട്ട് വരികയും അല്ലെങ്കിൽ ടോംസ് നമ്മളെ വിട്ടു പോയി ഒരു 8 വർഷം എന്തോ ആയെന്ന് തോന്നുന്നു, 8-9 വർഷമായി. പക്ഷെ 69 വർഷമായിട്ട് ഇപ്പോഴും നമ്മുടെ ബോബനും മോളി പ്രസിദ്ധീകരിച്ചിടുന്നുണ്ട്. പല രീതിയിലൊക്കെ ഉണ്ട്. ഒരുമിച്ചൊക്കെ കൊടുക്കുന്ന പഴയ കഥകളൊക്കെ ഒരുമിച്ച് കൊടുക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ മലയാളിയുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. നമ്മുടെയൊക്കെ ഒരു കാലത്തിൽ പുറകിൽ നിന്ന് ചേച്ചിമാരോടൊക്കെ ചോദിച്ചറിയാം, പലർക്കും അറിയാത്ത ചേച്ചിമാരും ചേട്ടന്മാരോട് ചോദിച്ചറിയാം. അവരൊക്കെ മനോരമ കിട്ടുമ്പം അറബി വായിച്ചു തുടങ്ങി ആൾക്കാർ. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ, ഈ പറഞ്ഞ ടോംസിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയാണ് ഇനാഗുറേഷൻ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്,
അതിനെക്കുറിച്ച്. പിന്നെ ടോംസിന് പക്ഷേ എനിക്ക് തോന്നുന്നു അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല, സംസ്ഥാന അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു വലിയൊരു കഷ്ടമായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും മലയാളത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കോമിക് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അതൊന്നും സർക്കാർ തലത്തിലൊന്നും അംഗീകാരങ്ങളൊന്നും കിട്ടിയതായിട്ടൊന്നും അറിയില്ല. പക്ഷേ ജനങ്ങൾ കൊടുത്ത അംഗീകാരത്തിനപ്പുറത്തേക്ക് എന്താണ് ഇപ്പോൾ ഈ നിമിഷവും ഈ കഥ പറയാൻ വേണ്ടി ഞാനിത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകം ഒരു കാലം നമ്മളെ എന്തുമാത്രം ഇഷ്ടപ്പെടുത്തി എന്തുമാത്രം സ്വാധീനിച്ചു എന്നുള്ള തെളിവാണ്. നിങ്ങളും സമയം കിട്ടുമ്പോൾ ഒരു നൊസ്റ്റൊക്കെ അടിക്കാൻ ഇടയ്ക്ക് പോകുമ്പോൾ വായിച്ചു നോക്കുക. നമുക്ക് ചില പഴയ ഓർമ്മകൾ വരും. ഇപ്പോൾ ഒന്നും ഇങ്ങനത്തെ ഇനി മുന്നോട്ട് പോകുമ്പം പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെയാണല്ലോ വരുന്നത്. പഴമയിലുള്ള ചില രസകരമായ നമ്മളെ ചിന്തിപ്പിച്ച കഥ, ബോബനും മോളിയും കഥാ പശ്ചാത്തലവും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ഇത് ബോബനും മോളിയും ഇഷ്ടപ്പെടുന്നതൊക്കെ ആണെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കുറച്ച് നല്ല കഥകളും ഗുണമുള്ള കഥകളൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു, ബൈ.